നാം എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ കുടുംബം എല്ലാം സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ആത്മാവാണ്. അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് ആത്മാവാകുന്നത് കൊണ്ട് ആത്മാവാകുന്ന ദൈവത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും മാനസിക തലങ്ങളിലെല്ലാം കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളും ശാപങ്ങളെയും കർത്താവ് അകച്ചു കളഞ്ഞ് നമ്മളെ സ്വതന്ത്രമാക്കും. ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാനായി യേശുവിൻ്റെ കരത്തിലേക്കൊന്ന് സമർപ്പിക്കാമോ? യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആ ദൈവിക സ്വാതന്ത്ര്യം കൊണ്ട് എന്നെ കർത്താവെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും തൊട്ട് എന്നെ വിടുവിക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.